അനിമൽസ് വഴി പോളിനേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ പ്ലാന്റ്സിന് ഫ്ലവറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും ആ ഫ്ലവറിന് വേണ്ടിയിട്ട്. സോ അനിമൽ വഴിയാണ് പോളിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബയോട്ടിക് ഏജൻറ്റ് ഫ്ലവേഴ്സ് അഡാപ്റ്റഡ് ഫോർ എ പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് അനിമൽ. ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് അനിമൽ മാത്രമേ ആ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫ്ലവറിനെ പോളിനേറ്റ് ചെയ്യാൻ സഹായിക്കുള്ളൂ. അതായത് ഒരു ഫ്ലവറും അതിനെ പോളിനേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഏജൻറ്റും ഉണ്ടായിരിക്കും. ആ ഫ്ലവറിനെ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള അനിമൽ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പോളിനേറ്റിംഗ് ഏജൻറ്റ് മാത്രമേ പോളിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുള്ളൂ. ഒരു സ്പീഷീസ് അല്ലെങ്കിൽ സ്പെസിഫിസിറ്റി ഉണ്ടായിരിക്കും ഫ്ലവറും അതിനെ പോളിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആ പെർട്ടിക്കുലർ അനിമൽ തമ്മിൽ. സോ സ്പീഷീസ് സ്പെസിഫിസിറ്റി നമുക്ക് കാണാൻ പറ്റും. അഡാപ്റ്റഡ് ഫോർ ആ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ തന്നെ ആ പെർട്ടിക്കുലർ അനിമലിനോ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റിനോ പോളിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ആ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ തന്നെ. അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ അവർ തമ്മിലുണ്ടാവും, ഫ്ലവറും ആ പോളിനേറ്റിംഗ് ഏജൻറ്റും തമ്മിൽ. രണ്ടാമതായിട്ട് അനിമൽസ് വഴിയാണ് പോളിനേഷൻ നടത്തിയെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്ലവറുകളുടെ പ്രത്യേകത നമ്മൾ മെജോറിറ്റി ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം അട്രാക്റ്റ് ചെയ്യുന്നത് ആ പ്ലാന്റിൻ്റെ ഫ്ലവറാണ്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ആദ്യം ഒരുപാട് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആ ചെടിക്ക് അല്ലെങ്കിൽ പ്ലാന്റിനുണ്ടെങ്കിലും നമ്മുടെ കണ്ണിൽ ആദ്യം വരുന്നത് ആ പ്ലാന്റിൻ്റെ ഫ്ലവർ ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ് ആ മിക്കവാറും ഫ്ലവേഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും, ലാർജായിരിക്കും, അതുപോലെ കളർഫുള്ളായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് അട്രാക്റ്റ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മുടെ അനിമൽസിന് അല്ലെങ്കിൽ ഒരു ബയോട്ടിക് ആയിട്ടുള്ള പോളിനേറ്റിംഗ് ഏജൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്ലവേഴ്സ് വളരെയധികം ലാർജായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ അത് കളർഫുള്ളായിരിക്കും, ലാർജായിരിക്കാം, കളർഫുള്ളായിരിക്കാം. മാത്രവുമല്ല ആ ഫ്ലവർ നല്ല ഭയങ്കര ഫ്രാഗ്രൻസ്, നല്ല സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും, കളർഫുള്ളായിരിക്കും, ലാർജ് ഫ്ലവേഴ്സും ആയിരിക്കും. അതുപോലെ തന്നെ റിച്ച് ഇൻ നെക്ടർ. ആ ഫ്ലവർ മിക്കവാറും ഫ്ലവറുകൾ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കും. നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യും, ലാർജ് ഫ്ലവർ ആയിരിക്കാം, കളർഫുള്ളായിരിക്കാം, നല്ല സുഗന്ധം ഫ്രാഗ്രൻസും ഉണ്ടായിരിക്കാം. അടുത്തതായിട്ട് ഇനി ഇൻ കേസ് ചില അനിമൽ പോളിനേഷൻ നടക്കുന്ന ഫ്ലവറുകളൊക്കെ ചെറുതായിരിക്കും, സ്മോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ തന്നെയും ആ സ്മോൾ ഫ്ലവേഴ്സ് കുറേ നമ്പർ ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് സ്മോൾ ഫ്ലവേഴ്സ് കൂട്ടിച്ചേർന്ന് ഒരു ക്ലസ്റ്ററായി ഒരു ഇൻഫ്ലോറസൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും. സോ മെജോറിറ്റി ലാർജ് ഫ്ലവർ ആയിരിക്കും. ഇൻ കേസ് അതൊരു ചെറിയ ഫ്ലവർ ആണെങ്കിൽ തന്നെയും അതിനെന്ത് സംഭവിക്കും, ആ ഫ്ലവേഴ്സൊക്കെ ക്ലസ്റ്ററായി ഒരു ഇൻഫ്ലോറസൻസ് പോലെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇത്രയൊക്കെയാണ് അനിമൽ പോളിനേഷൻ നടക്കണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് അഡാപ്റ്റഡ് ആയിരിക്കും ആ ഫ്ലവർ, അതുപോലെ തന്നെ ലാർജ്, കളർഫുൾ ആൻഡ് ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും, നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ സ്മോൾ ഫ്ലവർ ആണെങ്കിൽ തന്നെയും അതിൽ ഒരുപാട് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ക്ലസ്റ്റേഡ് ആയി ഇൻഫ്ലോറസൻസ് പോലെ ആയിരിക്കും. അങ്ങനെ ഇൻഫ്ലോറസൻസ് പോലെ ക്ലസ്റ്റേഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഒരു അനിമലിനെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റ് വരുമ്പോൾ ക്ലിയർ ആയിട്ട് കാണും. വളരെ ദൂരത്തു നിന്ന് തന്നെ അതിന് ക്ലിയർ ആയിട്ട് വിസിബിൾ ആവണമെങ്കിൽ അത് ഒരു ഇൻഫ്ലോറസൻസ് പോലെ ഇരിക്കണം. ലാർജ് ഫ്ലവർ ആണെങ്കിൽ അകലിൽ നിന്ന് തന്നെ ആ പോളിനേറ്റിംഗ് ഏജൻറ്റിന് അത് വിസിബിൾ ആയിരിക്കും. സ്മോൾ ആണെങ്കിൽ ഒരു ക്ലസ്റ്റർ പോലെ ഇരുന്നാൽ മാത്രമേ അനിമലിന് കറക്റ്റായിട്ട് അകലിൽ നിന്ന് തന്നെ അതിൻ്റെ വിസിബിളായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി ഈ അനിമൽ പോളിനേഷൻ നടക്കുന്ന ഫ്ലവറുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, കളർ ഉണ്ടായിരിക്കും, അതുപോലെ ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില പെർട്ടിക്കുലർ ഫ്ലവറുകളുടെ സ്മെല്ല് തന്നെ നമ്മളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ആ സ്മെല്ല് കൊണ്ട് തന്നെ, കളർ മാത്രമല്ല അതിൻ്റെ സ്മെല്ല് കൊണ്ട് തന്നെ നമ്മൾ തന്നെ അട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ പോളിനേറ്റിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ അനിമൽസ് അതിൽ അട്രാക്റ്റഡ് ആവണമെങ്കിൽ അത്ഭുതമില്ലല്ലോ. സോ കളർഫുള്ളായിരിക്കും, ഫ്രാഗ്രൻസ് ആയിരിക്കും. ഇനി നോക്കി കഴിഞ്ഞാൽ ചില പ്ലാന്റിൻ്റെ ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു ബാഡ് സ്മെല്ല്, ഒരു ഫൗൾ ഓർഡർ എന്നാണ് അതിന് പറയുക. ഫൗൾ ഓർഡർ ആയിരിക്കും അതുപോലത്തെ ഫ്ലവറുകൾക്ക് ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്ലൈസ് അതുപോലെ ബീറ്റിൽസ്. ഫ്ലൈസും ബീറ്റിൽസാണ് പോളിനേറ്റിംഗ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഫ്ലവറിൻ്റെ പ്രത്യേകത ഒരു ഫൗൾ ഓർഡർ ആയിരിക്കും. നമുക്കത് ഫൗൾ ഓർഡർ ആണെങ്കിലും ആ പെർട്ടിക്കുലർ പോളിനേറ്റിംഗ് ഏജൻറ്റിന് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലായിരിക്കും ആ ഫൗൾ ഓർഡർ എന്ന് പറയുന്നത്. സോ ഫ്ലൈസും ബീറ്റിൽസും വഴി നടത്തുന്ന പോളിനേഷൻ നടത്തുന്ന ഫ്ലവറുകൾക്ക് ഭയങ്കര ഫൗൾ ഓർഡർ ആയിരിക്കും. ആ ഫൗൾ ഓർഡറാണ് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്ലൈനെയും ബീറ്റിലിനെയൊക്കെ ആ പെർട്ടിക്കുലർ ഫ്ലവറിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനി ഒരു അനിമൽ ഒരു ഫ്ലവറിനെ ഇങ്ങനെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ചുമ്മാ അങ്ങനെ വന്നു പോകില്ല. അങ്ങനെ വന്നു പോകണമെങ്കിൽ ആ ഫ്ലവർ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അതായത് ഒരു റിവാർഡ്. ആ റിവാർഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലോറൽ റിവാർഡ്. സോ പോളിനേഷനെ സഹായിക്കണമെങ്കിൽ
ഈ അനിമൽ അഥവാ പോളിനേറ്റിംഗ് ഏജൻറ്റിന് ആ ഫ്ലവറിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടണം. ആ റിവാർഡുകളാണ് ഫ്ലോറൽ റിവാർഡ്. സാധാരണയായിട്ട് ഒരു ഫ്ലവറിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അനിമലിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ പോളൻ ആവാം, പോളനായിരിക്കും അതിന് കിട്ടുന്ന റിവാർഡ്, അല്ലെങ്കിൽ നെക്ടർ ആവാം. ഇതാണ് സാധാരണയായിട്ട് ഒരു അനിമൽ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റിന് ആ ഫ്ലവറിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്ലോറൽ റിവാർഡുകൾ. പോളൻ അഥവാ നെക്ടറുകളൊക്കെ ആയിരിക്കും. ഇനി ഈ പോളൻ അഥവാ നെക്ടർ പോലത്തെ ഫ്ലോറൽ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അനിമൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ പെർട്ടിക്കുലർ പ്ലാന്റിൽ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഫ്ലവറിനെ വിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആ അനിമൽ ആ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയുമായിട്ടും ആന്തറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും. സോ എപ്പോഴൊക്കെ ഓരോ ഫ്ലവറുമായിട്ട് ഈ അനിമൽ വിസിറ്റ് ചെയ്യുന്നുണ്ടോ ആ അനിമൽ ആ ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ പല പല പ്ലാന്റ്സിൻ്റെ ഒരേ സ്പീഷീസിലെ പല പല പ്ലാന്റിൻ്റെ ഫ്ലവറുമായിട്ട് സ്റ്റിഗ്മയുമായിട്ടും ആന്തറുമായിട്ടും കോണ്ടാക്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫ്ലോറൽ റിവാർഡ് കിട്ടുന്നതിന് വേണ്ടി, അത് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടി അനിമൽസ് വിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി വൺസ് ഒരു അനിമൽ അല്ലെങ്കിൽ ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റ് വന്നിട്ട് ഒരു ഫ്ലവറിനെ വിസിറ്റ് ചെയ്തു, അപ്പോൾ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ബോഡിയിൽ നോർമലി അനിമൽ പോളിനേഷൻ നടക്കുന്ന അതുപോലത്തെ പോളിനേഷൻ ഫ്ലവറുകളുടെ പോളൻ ഗ്രെയിൻസിൻ്റെ പ്രത്യേകത ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. നമ്മൾ വാട്ടറിലും വിൻഡിലൊക്കെ പറഞ്ഞ് നോൺ സ്റ്റിക്കി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അനിമൽ പോളിനേഷൻ നടക്കുന്ന അങ്ങനത്തെ ഫ്ലവറുകളുടെ പ്രത്യേകത അവരുടെ പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിരിക്കും. എന്തിനാണ് സ്റ്റിക്കി ആവണതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള അനിമൽസ് അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഈ ഫ്ലോറൽ റിവാർഡ് കിട്ടുന്നതിന് വേണ്ടി അവരെ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ, ഏന്തറിനെയും സ്റ്റിഗ്മേനെയും വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിലും ഈ പറഞ്ഞ പോളൻ ഗ്രെയിൻസ് അറ്റാച്ചും സ്റ്റിക്ക് ചെയ്ത് കിടന്ന് ഈ അനിമലിന് പുറത്ത് ചുറ്റും ഒരു കോട്ടിംഗ് ഓഫ് പോളൻ ഗ്രെയിൻസ് വരും. സോ അനിമൽ എപ്പോഴൊക്കെ ഒരു ഫ്ലവറിനെ വിസിറ്റ് ചെയ്യണോ ഫ്ലോറൽ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആ അനിമൽസിൻ്റെ ബോഡിയുടെ ചുറ്റും ഒരു കോട്ടിംഗ് ഓഫ് പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിട്ട് കിടക്കും, ഒട്ടിപ്പിടിച്ച് കിടക്കും. ഈ സ്റ്റിക്കിനെസ് കൊണ്ട് ഇതേ അനിമൽ വീണ്ടും ഈ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ വേറെ ഇതിൻ്റെ തന്നെ സെയിം സ്പീഷീസിൽ വേറൊരു ഫ്ലവറിനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബോഡിയിലുള്ള പോളൻ ഗ്രെയിൻസ് ഒരു ചാൻസ് കിട്ടുകയാണ്, അതിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ എന്ത് നടക്കും? നാച്ചുറലി കമ്മിങ് കോണ്ടാക്ട് ഓഫ് പോളൻ ഗ്രെയിൻസും സ്റ്റിഗ്മയായിട്ട് വന്നു കഴിഞ്ഞാൽ നാച്ചുറലി എന്ത് നടക്കും? പോളിനേഷൻ അച്ചീവ് ചെയ്യും. സോ അങ്ങനെയാണ് അനിമൽസ് അഥവാ പോളിനേറ്റിംഗ് ഏജൻറ്റ് വഴി പോളിനേഷൻ നടക്കുന്നത്. ഇനി ഫ്ലോറൽ റിവാർഡുകൾ നമ്മൾ പറഞ്ഞു, സാധാരണ കാണുന്ന പോളൻ റിവാർഡ് പോളനും നെക്ടറുമാണ്. അതുമാത്രമല്ല വേറെ സ്പെഷ്യലായിട്ട് പോളൻ റിവാർഡുകളും ചില ഫ്ലവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെന്താണെന്നറിയോ? ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് അതിനൊരു സേഫ് പ്ലേസ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ എഗ്ഗിനെ ലേ ചെയ്യാനുള്ള ഒരു സേഫ് പ്ലേസ് ആയിരിക്കും ചില പ്ലാന്റുകളുടെ ഫ്ലവർ. സോ അടുത്ത ഫ്ലോറൽ റിവാർഡ് എന്ന് പറയുന്നത് സേഫ് പ്ലേസ് ടു ലേ എഗ്. ഈ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ അനിമലിന് പോളിനേറ്റിംഗ് ഏജൻറ്റിന് അതിൻ്റെ എഗ്ഗിനെ ലേ ചെയ്യാനുള്ള ഒരു സേഫ് പ്ലേസ് ആയിരിക്കും ആ പ്ലാന്റിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. സോ അടുത്ത റിവാർഡാണ് ഒരു സേഫ് പ്ലേസ് ടു ലേ എഗ്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എമോർഫോഫാലസ്. എമോർഫോഫാലസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ ചേനയുടെ ഫ്ലവറാണ് എമോർഫോഫാലസ്. എമോർഫോഫാലസ് പ്ലാന്റിന് അതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത 6 ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ്. ചേനയുടെ പോലും 6 ഫീറ്റാണ്, ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. അതാണ് നമ്മുടെ എമോർഫോഫാലസ് ചേന. ഇവിടെ ഇതിൻ്റെ എഗ്ഗിനെ ലേ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് കൊടുക്കുന്നത്. ഇനി വേറെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ചില പ്ലാന്റുകൾക്ക് നമ്മളൊരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ്, ചില പ്ലാന്റിൻ്റെ ഫ്ലവറും ആ പെർട്ടിക്കുലർ പോളിനേറ്റിംഗ് ഏജൻറ്റും തമ്മിൽ ഒരു മ്യൂച്വൽ ഇൻറ്ററാക്ഷൻ ഉണ്ടാവും. അതായത് ഈ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളും അതുപോലെ പ്ലാന്റിൻ്റെ ലൈഫ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ കോൺട്രാക്റ്റ് പോലെ ഉണ്ടാവും. അങ്ങനത്തെ ഉള്ളൊരു മെക്കാനിസം വരുന്ന ഒരു എക്സാമ്പിളാണ് 2 ഓർഗാനിസം, മോത്ത് ആൻഡ് യൂക്ക പ്ലാന്റ്. മോത്ത് ആൻഡ് യൂക്ക പ്ലാന്റ് ഒരു സ്പെസിഫിക് റിലേഷൻഷിപ്പ് ഈ മോത്തും യൂക്ക പ്ലാന്റും തമ്മിലുണ്ട്. അതായത് മോത്തിൻ്റെയും യൂക്ക പ്ലാന്റിൻ്റെയും ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവർ രണ്ടുപേരുടെയും കോപ്പറേഷൻ വേണം. സോ ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഇവരുടെ ലൈഫ് സൈക്കിൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം ഇല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ പ്ലാന്റിൻ്റെയോ അല്ലെങ്കിൽ ആ പോളിനേറ്റിംഗ് ഏജൻറ്റോ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവില്ല. എങ്ങനെയാണെന്ന് നോക്കാം. മോത്തും യൂക്ക പ്ലാന്റും തമ്മിൽ എങ്ങനെയാണ് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ മോത്ത് വന്നിട്ട് നമ്മുടെ യൂക്ക പ്ലാന്റിൽ എഗ്ഗിനെ ഡെപ്പോസിറ്റ് ചെയ്യും. യൂക്ക പ്ലാന്റിൻ്റെ ഓവറിയിൽ അല്ലെങ്കിൽ ലോക്യൂളിൽ, ഓവറിയുടെ ലോക്യൂളിൽ വന്നിട്ട് അതിൻ്റെ എഗ്ഗിനെ ഡെപ്പോസിറ്റ് ചെയ്യും. എഗ്ഗിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? യൂക്ക പ്ലാന്റിൽ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലവർ പോളിനേറ്റഡ് ആവും. സോ എഗ്ഗിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഭാഗം സ്റ്റിഗ്മ സ്റ്റൈലിലൂടെ പോണ വഴിക്ക് തന്നെ അതിൻ്റെ ഓവ്യൂളിലേക്ക് എത്തുമ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും?
പോളിനേഷൻ സംഭവിക്കും. ബിക്കോസ് ഈ മോത്ത് പ്ലാന്റ് വേറെ ഏതെങ്കിലും ഈ യൂക്ക പ്ലാന്റിൻ്റെ സ്പീഷീസിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വിസിറ്റ് ചെയ്തിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ബോഡിയിലുള്ള പോളൻ ഗ്രെയിൻസ് നമ്മുടെ യൂക്ക പ്ലാന്റിൽ അതിൻ്റെ എഗ്ഗ് ലേ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോളിനേഷൻ അച്ചീവ് ചെയ്യും. ഇനി പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കതിന് ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിൻ്റെ ഒപ്പമായിട്ട് മോത്തിന് എന്താണ് ഇതിൻ്റെ ഗുണം? യൂക്ക പ്ലാന്റിന് അതിൻ്റെ പോളിനേഷൻ നടക്കാൻ പറ്റി. അതേസമയം മോത്തിന് എന്താണ് ഗുണം? മോത്തിന് അതിൻ്റെ എഗ്ഗിനെ ലേ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓവറിയുടെ ലോക്യൂൾ എൻ്റെ എഗ്ഗിനെ ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എഗ്ഗ് ലാർവൽ ഫോമിൽ പുറത്തേക്ക് വരും. ലാർവൽ ഫോമിൽ പുറത്തേക്ക് എഗ്ഗിൽ നിന്ന് അതിൻ്റെ ലാർവൽ ഫോമിലേക്ക് എപ്പോഴാണോ ഇതിൽ നിന്ന് ഒരു സീഡ്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ആ സീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മോത്തിൻ്റെ എഗ്ഗ് ലേ ചെയ്തതിൽ നിന്ന് ലാർവൽ ഫോം പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇതാണ് മോത്തും യൂക്ക പ്ലാന്റും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ. അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ചില പെർട്ടിക്കുലർ പ്ലാന്റിന് പെർട്ടിക്കുലർ ഓർഗാനിസം തന്നെ വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓരോ പെർട്ടിക്കുലർ ഫ്ലവറും ഓരോ പെർട്ടിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ് വഴി മാത്രമേ പോളിനേഷൻ അച്ചീവ് ചെയ്യുള്ളൂ. ഇതാണ് 2 ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്. എഗ്ഗ് ലേ ചെയ്ത് അതിലൂടെ പോളിനേഷൻ അച്ചീവ് ചെയ്യുന്നത് അമോർഫോഫാലസും മോത്തും യൂക്ക പ്ലാന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെയ്ബറിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലാന്റ്സുകളെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കുക്കുംബർ, മാംഗോ, പീപ്പിൾ ട്രീ അല്ലെങ്കിൽ കൊറിയാൻഡർ, പപ്പായ, റോസ്, ലെമൺ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവരിലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില പെർട്ടിക്കുലർ ഫ്ലവറുകളെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ഫ്യൂ ഡേയ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചില പെർട്ടിക്കുലർ അനിമൽസ് അവരെ വിസിറ്റ് ചെയ്യുന്നത് കാണാം. അവർ വിസിറ്റ് ചെയ്യണോ നിങ്ങൾക്ക് നോക്കാം. അവർ ഏതൊക്കെ അനിമൽസാണ് ഓരോ പെർട്ടിക്കുലർ പ്ലാന്റിനെ വിസിറ്റ് ചെയ്യണത്. നിങ്ങൾക്കൊരു റെക്കോർഡ് പോലെ ബുക്കിലൊക്കെ എഴുതി വെച്ച് നോക്കാം. ഈ പ്ലാന്റിനെ റെഗുലറായിട്ട് ഈ പെർട്ടിക്കുലർ അനിമലാണ് വന്ന് വിസിറ്റ് ചെയ്യണത്. എങ്ങനെയാണ് വിസിറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, ആ പ്ലാന്റിൻ്റെ ഫ്ലവറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതുപോലെ എല്ലാ പ്ലാന്റിനെയും ഇതുപോലെ പോളിനേറ്റിംഗ് ഏജൻറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസെക്റ്റുകളോ അനിമലോ വന്ന് വിസിറ്റ് ചെയ്യണത് എപ്പോഴും പോളിനേഷൻ നടക്കുന്നതിന് വേണ്ടി മാത്രമല്ല. ചില അനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസം വന്ന് ജസ്റ്റ് ആ ഫ്ലവറിനെ വിസിറ്റ് ചെയ്യണു, വിസിറ്റ് ചെയ്തിട്ട് ആ ഫ്ലവറിൻ്റെ ഫ്ലോറൽ റിവാർഡ് മാത്രം എടുത്തിട്ട് കൊണ്ടുപോകണു. അതായിരിക്കും പോളനെയും അതുപോലെ നെക്ടറിനെയും മാത്രം എടുത്തിട്ട് പോകണു. പക്ഷെ പോളിനേഷൻ നടക്കാൻ വേണ്ടി ഒരു ഹെൽപ്പും അതുപോലത്തെ ഓർഗാനിസംസ് ചെയ്യില്ല. അങ്ങനെയുള്ള അനിമൽസിനെ നമ്മൾ അനിമൽ വിസിറ്റേഴ്സിനെ ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്യണു, അവരിൽ നിന്ന് പോളനെയും നെക്ടറിനെയും മാത്രം എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് അനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളൻ അഥവാ നെക്ടർ റോബേഴ്സ്. റോബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മോഷ്ടിച്ച് കൊണ്ടുപോവുക. അവരവരുടെ ആ ഫ്ലവറിൽ നിന്ന് അവരുടെ റിവാർഡ് മാത്രം എടുക്കുന്നു, ബട്ട് പോളിനേഷന് വേണ്ടി ഒരു റോളും അവർ ചെയ്യുകയില്ല. അവരാണ് പോളൻ ഓർ നെക്ടർ റോബേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് അനിമൽ പോളിനേഷൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അനിമൽ പോളിനേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്.